നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇനി ഒരാഴ്ച പോലും തികച്ചില്ല. പോരാട്ടം അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. പ്രചരണ രീതികൾ, പ്രചരണ ശൈലികൾ ഒക്കെ മാറുന്നു. വഴികളും മാർഗങ്ങളും മാറുന്നു. ലക്ഷ്യം ഒന്നു മാത്രം, ഉപതെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് എന്ന തലെടുപ്പുള്ള നേതാവ് രംഗത്തിറങ്ങി നിൽക്കുമ്പോൾ നിലമ്പൂരിന്റെ പൾസറിയാവുന്ന നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിലെ തട്ടകത്തിൽ പയറ്റിത്തെളിഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന് ബലമായി നിൽക്കുന്നു. ക്രൈസ്തവ വോട്ടുകളിൽ കൃത്യമായ രീതിയിൽ കൈകടത്തുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയുമായി BJPയും രംഗത്തെത്തുന്നതോടുകൂടി പോരാട്ടം മുറുകുന്നു. എന്നാൽ വിജയപരാജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി അവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് PV അൻവറാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് 5-ലേറെ വർഷം നിലമ്പൂരിന്റെ രാഷ്ട്രീയ പൾസ് അറിയാവുന്ന, നിലമ്പൂരിലെ ജനങ്ങളുടെ ഹൃദയമിടിപ്പറിയാവുന്ന അവിടുത്തെ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അവിടെ കൃത്യമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്നതിൽ കൃത്യമായ ഒരു രൂപരേഖ നൽകുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. എന്നിരുന്നാലും നിലമ്പൂരിന്റെ പ്രീ പോൾ സർവേകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലമ്പൂരുമായി ബന്ധപ്പെട്ടുള്ള ലോക് പോൾ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ UDF മികച്ച വിജയം നേടുമെന്നാണ് ലോക് പോൾ അഭിപ്രായ സർവേ ഫലം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ പ്രസ്താവനയും പോരിന് മൂർച്ച കൂട്ടുന്നതായിട്ടാണ് പ്രീ പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. LDFിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കുന്ന PV അൻവറിന് ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. ജൂൺ 19-നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളും ലോക് പോൾ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നിലമ്പൂർ പ്രീ പോൾ സർവേ ഫലം പരസ്യമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനും UDFിനും ആത്മവിശ്വാസം പകരുന്ന ഫലമാണിത്. UDFിന് വേണ്ടി കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത്, LDFിന് വേണ്ടി CPMലെ എം സ്വരാജ്, BJPക്ക് വേണ്ടി മോഹൻ ജോർജ് എന്നിവരാണ് ജനവിധി തേടുന്നത്. കൂടാതെ സ്വതന്ത്രനായി മുൻ MLA PV അൻവറും രംഗത്തുണ്ട്. മറുതലക്കൽ SDP സ്ഥാനാർത്ഥിയായി സാദിഖ് നടുത്തോടിയും. ഇതിൽ UDF സ്ഥാനാർത്ഥി 48% വോട്ട് നേടി വിജയിക്കുമെന്നാണ് ലോക് പോൾ സർവേ ഫലം പറയുന്നത്. സ്വരാജിന് എത്ര വോട്ട് കിട്ടും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഇടത് സ്ഥാനാർത്ഥിക്ക് 37% വോട്ട് കിട്ടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ 11% കുറവായിരിക്കും എം സ്വരാജിന് കിട്ടുന്ന വോട്ടുകൾ. BJPക്ക് വെറും 5% വോട്ടുകൾ മാത്രമേ നേടാൻ സാധിക്കൂ. PV അൻവർ BJPക്കും പിന്നിലായി 4% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം ചേർത്ത് 6% വോട്ട് നേടുമെന്നും സർവേയിൽ പറയുന്നു. സർക്കാരിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുക എന്നാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്. UDFിലുള്ള കെട്ടുറപ്പും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് സഹായകരമാകും. എം സ്വരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണ മനസ്സാൽ സ്വീകരിക്കില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തടയപ്പെടും. ലോക് പോൾ സർവേയിൽ കോൺഗ്രസിന് പിന്നീട് ആശ്വസിക്കുവാൻ കഴിയുന്ന മറ്റൊരു ഇടം പഞ്ചാബാണ്. ദേശീയപാതയുടെ തകർച്ച, വന്യമൃഗശല്യം എന്നിവ LDFിന്റെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിച്ചുവെന്നും സർവേയിൽ പറയുന്നുണ്ട്. CPMന്റെ കേഡർ വോട്ടുകൾക്ക് ഇളക്കം തട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം കടക്കില്ലെന്നുമാണ് സർവേയുടെ വിലയിരുത്തൽ. അതേസമയം പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ അഭിപ്രായ സർവേയും ലോക് പോളിൽ കോൺഗ്രസിന് ഗുണകരമാണ്. ഇവിടെയും കോൺഗ്രസിന് ജയം പ്രവചിക്കുന്നുണ്ട്. ലുധിയാന വെസ്റ്റിൽ 40% വോട്ട് നേടി കോൺഗ്രസ് വിജയിക്കും. AAPക്ക് 33% വോട്ടാണ് ലഭിക്കുക. BJPക്ക് 15%. പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് 51% വോട്ട് നേടി ജയിക്കും. BJPക്ക് 32% വോട്ടാണ് കിട്ടുക. ഗുജറാത്തിലെ കാടി മണ്ഡലത്തിൽ BJP 47% വോട്ട് നേടി വിജയിക്കും. എന്നാൽ ഗുജറാത്തിലെ വിസവദാർ മണ്ഡലത്തിൽ AAP വിജയിക്കുമെന്നാണ് സർവേ ഫലം. അങ്ങനെ ഗുജറാത്തിലെയും പഞ്ചാബിലെയും കേരളത്തിലെയും ഒക്കെ സർവേ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ ലോക് പോൾ സർവേ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരുപടി മുൻപിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. നമ്മളുടെ ശ്രദ്ധ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് നിലമ്പൂരിലേക്കാകുമ്പോൾ തന്നെ നിലമ്പൂരിൽ കോൺഗ്രസിന് അവിടെ ഒരു പുത്തൻ കോട്ട, പഴയകാല പ്രൗഢിയോടുകൂടി ഒരു കോട്ട നിർമ്മിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് 11% വോട്ട് വ്യത്യാസത്തിന്റെ ഭൂരിപക്ഷത്തോടുകൂടി PV അൻവറിനെയും എം സ്വരാജിനെയും പിന്നിലാക്കിക്കൊണ്ട് എം സ്വരാജുമായി 11% വോട്ടിന്റെ വ്യത്യാസത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വരുമെന്ന എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നു. കാത്തിരിക്കാം ലോക് പോൾ സർവേ ഫലം തെറ്റിയോ ഇല്ലയോ എന്നറിയാൻ.